തനിമ കലാസാഹിത്യവേദി തൃശൂർ ജില്ലയുടെ തൃശൂർ കൾച്ചറൽ സമ്മിറ്റിന്റെ ഭാഗമായി സർഗസന്ധ്യ അരങ്ങേറി. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് പറയുന്ന തനിമ എന്നൊരു സംഘടന ഇങ്ങനെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നൊരു ആഹ്ലാദം ഏതൊരു കൊച്ചു ഒരു പരിസ്ഥിതി പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. കാരണം എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണം, ഈ ഒരു തട്ടിൽ ഒരു പ്രോഗ്രാം നടക്കണം, അത് ഈ വെക്കേഷൻ സമയത്ത് നടക്കണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് നടത്തിക്കൊണ്ട് പോകുമ്പോഴുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന്റെ പേരിൽ കുറച്ച് പരിപാടികളെല്ലാം ഡിലേ ആയിപ്പോയി. അടുത്ത ഞായറാഴ്ചയും വേണ്ടി പിന്നത്തെ ഞായറാഴ്ചയും വേണ്ടി പരിപാടി. അപ്പോൾ ഞാൻ അവിടെ പറയും, അടുത്ത ഞായറാഴ്ചയും വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം, നമ്മൾക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടവരും. പിന്നത്തെ ഞായറാഴ്ചയും വേറെ ആരെങ്കിലും വരും. നമ്മൾക്കൂടെ ഈ ഒരു പരിപാടി ഈ ഒരു പ്രദേശത്ത് പരിപാടികൾ നടക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തനിമ കലാസാഹിത്യവേദിയുടെ ആളുകൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ജോൺ ചേട്ടൻ അതിനകത്ത് വരണം എന്ന് പറയുമ്പോൾ ഞാൻ അവർ ചോദിച്ചപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, ഇത് തന്നെയാണ് വേണ്ടത്. ഈ പുഴനിലാവ് എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ ഇവിടെ തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയ നേതാവ്, എൻ്റെ മുൻ MLA കൂടിയായ പ്രിയ പ്രതാപൻ എന്നോട് പറഞ്ഞിരുന്നത്, നമ്മൾക്ക് എല്ലാ ദിവസവും പൊതുപ്രവർത്തനവുമായി നമ്മൾ ഓരോരോ മേഖലയിൽ ജോലി കൗൺസിലറായിട്ട് പോകുന്നു, ഞാൻ MLA ആയിട്ട് പോകുന്നു, കുറെ പേര് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് പോകുന്നു. എല്ലാവരും ഓട്ടത്തോടോട്ടം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾക്കൊരു റെസ്റ്റ് വേണം. അതിന് പറ്റിയ സ്ഥലമാണ് ഈ കായലോരത്തെ ഈ തട്ട്. നമ്മൾക്ക് എല്ലാ ഒരു പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം നമ്മൾക്ക് ഇവിടെ ഒരു പുഴനിലാവ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങൾ ജനിക്കുന്നത് കൊണ്ട് ഇപ്പോഴും 56 നടത്തി കഴിഞ്ഞു. ഇവിടെ ഇനിയും നടത്തിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് സജിൽ മുഹജീബ് അധ്യക്ഷത വഹിച്ചു. കഥയിലിപ്പോ ഒരു മെസ്സേജ് ഇംപ്ലാന്റ് ചെയ്ത് ഒരു സുവിശേഷ സംഭാഷണം പറയണമെന്നല്ല, പക്ഷെ കഥയിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു മെസ്സേജ് ആയിരിക്കണം. ക്രാഫ്റ്റ് മാത്രമായി കഥ കണക്കാക്കാൻ പാടില്ല. കഥയിലൂടെ എന്താണ് കഥാകാരൻ പറയുന്നത് എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടാകണം എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ മനോഹരമായി എങ്ങനെ കഥ എഴുതാം എന്ന് നമുക്ക് അതോടെ വായിച്ച് മനസ്സിലാവും. പക്ഷെ അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാഹിത്യകാരനുമായ RP മേനോനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് കോവിലകത്ത്, ചാപ്റ്റർ രക്ഷാധികാരി അനസ് നദ്വി, എറിയാട് ചാപ്റ്റർ പ്രസിഡന്റ് ഹവ ടീച്ചർ, കൾച്ചറൽ സമ്മിറ്റ് കൺവീനർ ഫൈസൽ വലിയാറ, പ്രോഗ്രാം കൺവീനർ റഷീദ് സുഫ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് റെയിം സ്വാഗതവും മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാസ്കരൻ മാഷ്, വി രാഘവൻ, ബാബുരാജ് എന്നിവരുടെ ഗാനങ്ങൾ കോർത്തിണക്കി തൃശൂർ സുഖസുരയുടെ മെഹ്ഫിലും MJ ബോയ്സിന്റെ സിനിമാറ്റിക് ഡാൻസും തനിമ കലാകാരന്മാരുടെ സംഗീത വിരുന്നും അരങ്ങേറി.